ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് വെള്ളിയാഴ്ചയാണ്. പ്രത്യേകിച്ച് പല മീറ്റിങ്ങുകളൊക്കെ എല്ലായിടത്തും നടക്കുന്ന ഒരു ദിവസമാണ്. കൊച്ചിയിൽ ആണെങ്കിൽ നമുക്ക് ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് അല്ലെങ്കിൽ ഫ്രൈഡേ സർവീസ് എന്ന പേരിൽ നടക്കുന്ന മീറ്റിംഗ് ഉണ്ട്. എവിടെയാണെങ്കിലും കടന്നു വരുവാനായിട്ട് ഞാൻ സ്നേഹപുരസ്സരം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ പ്രത്യേകമായിട്ട് ഗ്ലോയുടെ രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. 2025 അടുത്ത നവംബറിലേക്കുള്ളത്. അത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളെ സ്നേഹപുരസ്സരം ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് ഒമാനിൽ നിന്ന് അജി ആൻഡ് ലെംനയാണ്. ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ദമ്പതികളാണ്. താങ്ക് യു അജി ആൻഡ് ലെംന. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവരുടെ ജോലിയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറി ദൈവത്തിൻ്റെ ഫേവർ എല്ലാ മേഖലയിലും ഉണ്ടാകുവാൻ, മാതാവ് ലൂസിക്ക് രോഗസൗഖ്യം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. സ്റ്റേയിങ് ഇൻ ഹ്യൂമിലിറ്റി എക്സോൾട്ട് യു, താഴ്മ നിങ്ങളെ ഉയർത്തും എന്ന് പറയുന്ന ശക്തമായ സന്ദേശം. അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. സത്യത്തിൽ നാളെ നമ്മുടെ കോഴിക്കോട് വെച്ച് മെഗാ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കാനായിട്ട് പോവുകയാണ്. നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ കുറച്ച് നാളായി ഞങ്ങൾ അവിടെ വന്നിട്ട് ഞാനുണ്ടായിരിക്കും, ബ്രദർ ഡാമിൻ ഉണ്ടായിരിക്കും, ഞങ്ങളുടെ മകൻ നേമായ ഉണ്ടായിരിക്കും. അതുകൂടാതെ നമ്മുടെ എല്ലാ ടീം അംഗങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം സത്യത്തിൽ കോഴിക്കോടിലേക്ക് ഞങ്ങൾ വരികയാണ്. നിങ്ങളവിടെ ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും നേരിട്ട് കാണാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ദയവായി കടന്നു വരിക. അപ്പോൾ തന്നെ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. നമ്മൾ ഈ ആഴ്ചയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗം തുടരുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 4:6 നമ്മൾ കാണുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് വരികയാണ്. അതിൽ ദൈവത്തിൽ നിന്ന് ഉയർച്ച വേണമെങ്കിൽ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ, കൃപ ലഭിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കണമെങ്കിൽ നമുക്ക് താഴ്മ ആവശ്യമാണ്. കാരണം ഇതെല്ലാം താഴ്മ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരും. നൗ പ്രാർത്ഥിക്കണമെങ്കിൽ താഴ്മ വേണം. താഴ്മയില്ലാത്ത ഒരാൾക്ക് ഒരു കാരണവശാലും മതപരമായി പ്രാർത്ഥിക്കാൻ, വലിയ വായിലൊക്കെ പ്രാർത്ഥിക്കാൻ സാധിക്കും. എന്നാൽ ദൈവം സ്വീകരിക്കുന്നൊരു പ്രാർത്ഥന വരണമെങ്കിൽ എൻ്റെ കഴിവുകേടുകളെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടായി ദൈവത്തിൻ്റെ കഴിവിൽ ആശ്രയിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചല്ലാതെ എനിക്ക് മുന്നിലേക്ക് പോകാൻ സാധ്യമല്ല എന്ന ഒരവസ്ഥയിലാണ് ഒരു പ്രാർത്ഥന യഥാർത്ഥത്തിൽ പുറത്തു വരുന്നത്. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന എത്ര പേർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്? ഈ മതപരമായ രീതിയിൽ ഇങ്ങനെ പാട്ട് പാടുകയും വിവിധ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും. മതപരമായ രീതിയിൽ ചെയ്യാൻ ആർക്കും ഒരു പ്രയാസമില്ല. എന്നാൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും എന്ന രീതിയിൽ വാസ്തവത്തിൽ ആരാധിക്കുന്ന എത്ര പേർ ഈ ഭൂമുഖത്തുണ്ട്? നമ്മൾ കാണുന്ന എല്ലാ ആരാധനകളും ആരാധനയല്ല, എല്ലാ പാട്ടുകളും ആരാധനയല്ല. ആരാധനയിൽ പാട്ട് പാടാം, എന്നാൽ ശരിയായ ആരാധന നമ്മളിൽ നിന്ന് ഉയരണമെങ്കിൽ നമുക്ക് താഴ്മ ആവശ്യമാണ്. 24 മൂപ്പന്മാരും അവർ കിരീടങ്ങൾ പോലും താഴെയിട്ട് ദൈവസ്ഥലം വീണ് ആരാധിക്കുകയാണ്. അത്രത്തോളം അവർ തങ്ങളെ തന്നെ താഴ്ത്തുന്നു. ദൈവം നൽകിയ മഹത്വം, ദൈവം നൽകിയ ക്രെഡിറ്റ്സ്, ദൈവം നൽകിയ കിരീടം, ദൈവം നൽകിയ മഹിമ അല്ലെങ്കിൽ തേജസ്, whatever it is, എല്ലാം താഴെയിട്ട് നീ യോഗ്യൻ എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന, അത് വേണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ താഴ്മ ആവശ്യമാണ്. താഴ്മയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വന്നപ്പോൾ ഒരു അനുഗ്രഹം നമ്മൾ കണ്ടത്, എല്ലാ അനുഗ്രഹങ്ങളെയും ആകർഷിക്കുന്ന ഒന്നാണെന്ന് നമ്മൾ കണ്ടു. ഈ താഴ്മ നമ്മെ ഫലഭൂയിഷ്ടമായ ഒരു ഭൂമിയാക്കി, അല്ലെങ്കിൽ ഫലമുള്ളൊരു ജീവിതമാക്കി മാറ്റുമെന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ഒന്നാണ്, താഴ്മ നമ്മൾ
സൂക്ഷ്മതയോടെ കൊണ്ടു നടന്നില്ലെങ്കിൽ അത് തന്നെ അഹങ്കാരമായി മാറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ഒരു ചർച്ചിലെ ഡീക്കൺ തനിക്ക് ഏറ്റവും താഴ്മയുള്ള മനുഷ്യൻ എന്നുള്ള പദവി കിട്ടി. പിന്നെ അത് ആ മെഡലും വെച്ചുകൊണ്ട് താൻ നടന്നപ്പോൾ മനസ്സിലായവർക്ക് ഇയാൾക്ക് താഴ്മയില്ല, ഇയാൾ അഹങ്കാരിയാണ്, ഉള്ളിലുള്ളത് പുറത്തു വന്നു. അങ്ങനെ അത് തിരിച്ചു മേടിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വേറൊരു കാര്യമാണ് ലാക്ക് ഓഫ് ഹ്യൂമിലിറ്റി ബ്രിങ്സ് അബൌട്ട് ഹ്യൂമിലിയേഷൻ. താഴ്മയില്ലെങ്കിൽ, തന്നെത്താൻ താഴ്ത്തുന്നില്ലെങ്കിൽ നമ്മൾ തരം താഴ്ത്തപ്പെടും, മറ്റുള്ളവരാൽ താഴ്ത്തപ്പെടും. അതുകൊണ്ടാണ് കർത്താവ് പല പ്രാവശ്യം വ്യക്തമായും ശക്തമായും പറഞ്ഞൊരു കാര്യമാണ്, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഇതെല്ലാം നമ്മൾ കണ്ടു. നൗ അടുത്തത് നമ്പർ 5 നോട്ട് ചെയ്യുക. സ്റ്റേയിങ് ഇൻ ഹ്യൂമിലിറ്റി ബ്രിങ്സ് എക്സോൾട്ടേഷൻ. സ്റ്റേയിങ് ഇൻ ഹ്യൂമിലിറ്റി ബ്രിങ്സ് എക്സോൾട്ടേഷൻ. താഴ്മയിൽ തന്നെ നമ്മൾ നിലനിന്നാൽ അത് നമ്മളെ ഉയർത്തിക്കൊണ്ടേ പോകും, ഒത്തിരി നമ്മൾ ഉയർത്തിക്കൊണ്ടുപോകും. ജെനസിസ് ചാപ്റ്റർ 16 verse 9 and 10. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാഗാറിൻ്റെ കഥയിൽ ഉൽപ്പത്തി 16 9-10 വചനങ്ങളിൽ then the angel of the Lord told her, ദൈവദൂതൻ ഹാഗാറിനോട് പറയുകയാണ്, go back to your mistress and submit to her. നീ തിരിച്ചു പോയി നിന്റെ യജമാനത്തിയുടെ കീഴിൽ താണിരിക്കാൻ പറയും. അത് ദൈവം അവളോടുള്ള ആ ഒരു സ്നേഹം നിമിത്തം, കരുതൽ നിമിത്തം കൂടുതൽ ഇൻസ്ട്രക്ഷനാണ്. ഇല്ലെങ്കിൽ അവൾക്ക് എന്ത് സംഭവിച്ചേനെ? ആ ദൂതൻ്റെ എൻകൗണ്ടർ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അവൾ ഗർഭിണിയാണ്. ഗർഭിണിയായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ആരുമില്ലാതെ മരുഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞു തിരിയുകയാണ്. കാട്ടുമൃഗങ്ങൾ അവളെ ആക്രമിക്കാം, പട്ടിണി കിടന്ന് മരുഭൂമിയിൽ മരിക്കാം, അകത്തെ കുഞ്ഞും മരിക്കാം. മാത്രമല്ല ആരുടെയും പരിപാലനമില്ല, സംരക്ഷണമില്ല, ഭക്ഷണമില്ല, എല്ലാം നഷ്ടപ്പെട്ടവളായി. അവളുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുന്നു, അവളുടെ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ല, ലൈഫ് മീനിങ്ലെസ് ആയി മാറുന്നു. എല്ലാം നഷ്ടപ്പെടുന്നത് എവിടെ നിന്നാണ്? അഹങ്കാരത്തിൽ. സോ സ്റ്റേയിങ് ഇൻ ഹ്യൂമിലിറ്റി ബ്രിങ്സ് എക്സോൾട്ടേഷൻ. എന്നാൽ ആ താഴ്മയിൽ തുടരാമെങ്കിലോ വലിയ ഉയർച്ച നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇവിടെ പറയുകയാണ്, ഈ ദൂതൻ വന്നിട്ട് അവളോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, നീ തിരിച്ചു പോയി നിന്റെ മിസ്ട്രസിൻ്റെ, നിന്റെ കൊച്ചമ്മയുടെ കീഴിൽ താണ്ടിരിക്കാൻ പറഞ്ഞു. 10ാമത്തെ വചനത്തിൽ ദ ഏഞ്ചൽ ആഡഡ് ഒരു കാര്യം കൂടി പറഞ്ഞു, അതോട് ചേർത്തൊരു വലിയ വാഗ്ദത്തം. I will increase your descendants so much that they'll be too numerous to count. ഇതുപോലെ നീ താഴ്മപ്പെട്ട് അവിടെ ചെന്ന് അടങ്ങിയിരുന്നാൽ, നിന്നെ ആക്കി വെച്ച സ്ഥലത്ത് താഴ്മയോടുകൂടി ഇരുന്നാൽ, ദൈവം നിന്റെ തലമുറകളെ എണ്ണുവാൻ കഴിയാത്തതുപോലെ വർദ്ധിപ്പിക്കും. സോ നിങ്ങൾക്ക് കാണാമോ ആ ഒരു താഴ്മയിൽ നിന്ന് വരാനിരിക്കുന്ന അനുഗ്രഹവും വർധനവും? ഒത്തിരി ഭവനങ്ങളിൽ ബൈബിൾ വ്യക്തമായി പറയുന്നു, ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ കീഴടങ്ങിയിരിക്കണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ ക്രിസ്തുവിനെന്നതുപോലെ കീഴടങ്ങിയിരിക്കാൻ പറഞ്ഞു. ഭാര്യമാർ ഏറ്റവും വെറുക്കുന്ന വചനമാണ്. പക്ഷെ അതിനകത്തിരിക്കുന്ന അനുഗ്രഹമെങ്ങാലും കണ്ടിരുന്നെങ്കിൽ എല്ലാ ഭാര്യമാരും കീഴ്പ്പെട്ടേനെ. പക്ഷെ അത് കാണാതെ കൊണ്ട് പിശാച് ഈ ഭാര്യമാരുടെ, സ്ത്രീകളുടെ കണ്ണുകളെ മറച്ചുകളെ. എത്ര സ്ട്രഗിളാണ് ഭർത്താക്കന്മാർക്കൊന്ന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ, എത്ര സ്ട്രഗിളാണ്. ഇവിടെ ഹാഗാറിനോട് ദൂതൻ ഇടപെട്ട് പറയാ, നീ അവിടെ പോയി അങ്ങ് താഴ്, നീ അവിടെ പോയി താഴ്ന്നു കഴിഞ്ഞാൽ നീ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. നിനക്കൊരു അനുഗ്രഹം വന്നപ്പോൾ നീ അനുഗ്രഹത്തിന് കാരണമായി തീർന്ന ആ യജമാനത്തിയെ നീ അവജ്ഞയോടെ കാണാൻ തുടങ്ങി, അവളെ വല്ലാത്ത രീതിയിൽ ഡിസ്പൈസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ ഉഴൽച്ചയും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എനിവേ, ദൈവം ഏതായാലും നീ കീഴ്പ്പെടാമെങ്കിൽ നിനക്കൊരു വാഗ്ദത്തം. എന്നാൽ ഈ ഹാഗാർ കീഴ്പ്പെടുവാൻ തയ്യാറില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ആ മരുഭൂമിയിൽ അവൾ പട്ടുപോയാൻ. ഈ സ്റ്റോറി നമ്മൾ ഇന്ന് വായിക്കില്ല, ഈ കഥ നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. താഴ്മയെക്കുറിച്ചുള്ള ഈ ലെസൺ ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളുമായി സംസാരിക്കുകയോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്നാൽ അവൾ അനുസരിക്കാൻ തയ്യാറായി.
എഴുതി വെച്ചു. പ്രൈഡ് ബ്ലോക്സ് എ ലോട്ട് ഓഫ് ബ്ലെസ്സിങ്സ്. അഹങ്കാരം അനുഗ്രഹങ്ങളെ തടുക്കും. എഴുത്, ലൈവ് ചാറ്റിലിട്, കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യും. അഹങ്കാരം അനുഗ്രഹങ്ങളെ തടുക്കുന്നു. Fall prostrate before the Lord. ദൈവസന്നിധിയിൽ ഇങ്ങനെ പറയുന്നത്, നെടുമ്പാടെ വീണ്, സാഷ്ടാംഗം വീണ് അവൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താമെങ്കിൽ അവൻ നമ്മെ പിടിച്ചെഴുന്നേൽപ്പിക്കും, ഉയർത്തും. മലബാർ മെഗാ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ 7-8 ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ. സ്ഥലം നളന്ദ ഓഡിറ്റോറിയം, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 8111996011. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 12-ാമത്തെ വചനം, അതിൻ്റെ ലാസ്റ്റ് പാർട്ട് എനിക്ക് തോന്നുന്നു. ആൻഡ് ദോസ് ഹു ഹംബിൾ ദംസെൽസ് വിൽ ബി എക്സോൾട്ടഡ്. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്നും 18-ാം അധ്യായത്തിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചു. ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 10 നോക്കി. യാക്കോബിൻ്റെ ലേഖനം 4:10. ഹംബിൾ യുവർസെൽവ്സ് ബിഫോർ ദ ലോർഡ് ആൻഡ് ഹി വിൽ ലിഫ്റ്റ് യു അപ്പ്. ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തുവിൻ, അവൻ നിങ്ങളെ ഉയർത്തും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മനുഷ്യരിൽ നിന്നും ഉയർച്ച ആഗ്രഹിക്കുന്ന എല്ലാവരും നിരാശപ്പെടും. മനുഷ്യരിൽ നിന്നും ഉയർച്ച ആഗ്രഹിക്കുന്ന എല്ലാവരും നിരാശപ്പെടും. എന്നാൽ എൻ്റെ ദൈവത്താലുള്ള ഉയർച്ച എനിക്ക് മതി എന്ന് തീരുമാനിക്കുന്ന എല്ലാവരും ദൈവത്താലുള്ള ഉയർച്ചയാൽ ഉയർത്തപ്പെടും. സിമ്പിൾ. സഭയിലാകട്ടെ, ലോകത്തിലെവിടെയുമാകട്ടെ, ദൈവത്താൽ ഉയർത്തപ്പെടുന്നവരെ ആർക്കും താഴ്ത്താൻ സാധ്യമല്ല. ദൈവമാണ് അയാളെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ആ കൈ പിടിച്ച് വലിച്ച് ആർക്കെങ്കിലും താഴെടാൻ പറ്റും. എന്നാൽ മനുഷ്യരാണ് ഉയർത്തുന്നതെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആ കയ്യിൽ പിടിച്ച് വലിച്ച് താഴെ ഇറക്കാൻ കഴിയും. അപ്പോൾ തന്നെത്താനും ഉയർത്തരുത്, സാധാരണ മനുഷ്യരാലും ഉയർത്തപ്പെടരുത്. ദൈവത്താലുള്ള ഉയർച്ചയാണ് ശാശ്വതമായ ഉയർച്ച. ഇത് നമ്മൾ മറക്കരുത്. ഇത് നോക്കൂ, സദൃശ്യവാക്യങ്ങൾ 18:12, Proverbs 18 and verse number 12. അതിൽ പറയുന്ന ഹ്യൂമിലിറ്റി കംസ് ബിഫോർ ഓണർ. ഹ്യൂമിലിറ്റി കംസ് ബിഫോർ ഓണർ. ബഹുമാനത്തിന് മുമ്പ്, മാനത്തിന് മുമ്പ് താഴ്മ. ഒരാൾ ബഹുമാനിക്കപ്പെടുന്നതിന് മുമ്പ് താഴ്മ, ഒരു വലിയ താഴ്മ. മൊർദെഖായിയുടെ ചരിത്രമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവൻ ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തുന്നവനായിരുന്നു. എന്നാൽ ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ തന്നെത്താൻ അങ്ങ് ഉയർത്തി. അങ്ങനെ ആ മനുഷ്യൻ കഴുമരത്തിൽ തൂങ്ങി, തൻ്റെ ജീവിതം അവിടെ ഒടുങ്ങി. എന്നാൽ മൊർദെഖായിയെക്കുറിച്ച് ഇന്നും എത്ര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ജനം തന്നെ ഓർക്കുന്നു. ഒരു എക്സാമ്പിളായി, മാതൃകാ പുരുഷനായി, ഒരു ഗാർഡിയൻഷിപ്പ് ഉള്ള, ഫാദർഹുഡ് ഉള്ള ഒരു അനാഥ പെങ്കൊച്ചിന് ഒരു ജീവിതം കൊടുത്തു. അതോടെ ഒരു രാഷ്ട്രത്തിന് ഒരു ഭാവി കൊടുത്തൊരു മനുഷ്യനായി മൊർദെഖായിയെ അറിയുന്നു. Because he was very humble in his life. Then Psalms 25 verse number 9. 25-ാം സങ്കീർത്തനം 9-ാമത്തെ വചനത്തിൽ he leads the humble in what is right and he teaches the humble his way. ഇവിടെ പറയുന്നത് എന്താണോ ശരിയായത്, ശരിയായ പാതയിലേക്ക്, ശരിയായതിലേക്ക് ദൈവം ഹംബിളായിട്ടുള്ള ആളുകളെ, താഴ്മയുള്ളവരെ നടത്തുന്നു. And he teaches the humble his way. തൻ്റെ വഴികളെ താഴ്മയുള്ളവരെ അവൻ പഠിപ്പിക്കുന്നു. എനിക്ക് മനസ്സിലായത്, താഴ്മ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവം തൻ്റെ വഴികൾ നമ്മളെ പഠിപ്പിക്കും. എന്ന് വെച്ചാൽ ഗൈഡൻസ് കിട്ടും, കൃത്യമായ ലീഡിങ് കിട്ടും, ഉഴന്നു പോകുകയില്ല, അലഞ്ഞു തിരിയേണ്ടി വരികയില്ല, അൺസർട്ടൈൻ സ്റ്റെപ്സ് എടുക്കേണ്ടി വരികയില്ല. എടുക്കുന്ന ഓരോ ചുവടുകളും നമുക്ക് മനസ്സിലാവും. ബിക്കോസ് ഓഫ് ദാറ്റ് ഹ്യൂമിലിറ്റി ഇറ്റ് വിൽ അട്രാക്ട് ലീഡിങ് ആൻഡ് ഗൈഡൻസ് ഓഫ് ദ ലോർഡ്. നമ്മുടെ വില്യം കേറി എന്ന ദേവദാസിനെ കുറിച്ച്, ഇംഗ്ലണ്ടിൽ നിന്നും ഭാരതത്തിലേക്ക് മിഷണറിയായി വന്ന വില്യം കേറിയെക്കുറിച്ച് ഭാരതത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാം. ക്രിസ്ത്യാനികളല്ലാത്തവർക്കും അദ്ദേഹത്തെ അറിയാം. ഇന്ന് സെറാംപൂർ യൂണിവേഴ്സിറ്റി എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ സ്ഥാപകനായി
എല്ലാവരും ഓർക്കുന്ന വില്യം കേറിയാണ്. അദ്ദേഹം അനേക വർഷങ്ങൾ ഇംഗ്ലണ്ടിൽ ഒരു സ്ഥലത്ത് ഒരു ചെരുപ്പ് കടയിൽ, ഒരു ഷൂ ഉണ്ടാക്കുന്ന കടയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. അവിടെ ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഭാരതം അദ്ദേഹത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ശുദ്ധാത്മാവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം ചെരുപ്പൂത്തിയായി വർക്ക് ചെയ്യുന്ന ആ കടയുടെ തറയിൽ അദ്ദേഹം ചെരുപ്പ് തുന്നുകയും പോളിഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വേൾഡ് മാപ്പ് എന്തോ വിരിച്ചിട്ടിട്ട് ഭാരതം അതിങ്ങനെ സർക്കിൾ ചെയ്തിട്ട് അതിനെ നോക്കി ആ മാപ്പിൻ്റെ മുകളിൽ കയറി ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തിരുന്നത്. എൻ്റെ ചെറിയ ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അത്രത്തോളം ആ സമയത്ത് തന്നെ, ഒരു ചെരുപ്പൂത്തിയായി വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഭാരതത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് ദൈവം അദ്ദേഹത്തെ ഭാരതത്തിലേക്ക് അയച്ചു. ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു, കൃത്യം എൻ്റെ നമ്പർ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഏകദേശം 24ഓളം ഭാരതത്തിലെ ഭാഷകളിലേക്ക് അദ്ദേഹം ബൈബിൾ വിവർത്തനം ചെയ്തു. പല ഭാഷകളിൽ നിഘണ്ടു ഉണ്ടാക്കി. പല ഭാഷകളിലെയും അക്ഷരങ്ങൾ അല്ലെങ്കിൽ ലിപികൾ അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. ഇത്രയും ഭാഷകൾ ഒരു മനുഷ്യൻ പഠിച്ച് ഇല്ലാത്ത ലിപി ഉണ്ടാക്കി അതിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക, മുഴുവൻ ബൈബിളായിട്ടും പാർട്ട് ഓഫ് ദ ബൈബിളായിട്ടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഭാഷാ പാണ്ഡിത്യം ഇമാജിൻ ചെയ്യാൻ കഴിയും. അത്രയ്ക്ക് കഴിവുള്ളൊരു മനുഷ്യനാണ്. എന്ന് മാത്രമല്ല, ഈ ഭാരതത്തിൽ സതി നിർത്തലാക്കുന്നതിലും വിവിധ സാമൂഹിക വിപത്തുകൾക്കെതിരെ നിൽക്കാനൊക്കെ ഈ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു. അങ്ങനെ ഭാരതത്തിൻ്റെ ചരിത്രത്തെ വളരെയധികം സ്വാധീനിച്ച ഒരു മിഷണറിയാണ്. അന്ന് അദ്ദേഹം ഇവിടെ ആയിരുന്ന സമയത്ത് അദ്ദേഹം ഭാരതത്തിലെത്തി. ഇങ്ങനെ ഒരു ഡിന്നർ പാർട്ടി നടക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ ഈ വില്യം കേറി ഒന്ന് തരം താഴ്ത്തണമെന്ന് തോന്നി. ആ മനുഷ്യൻ ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു ഷൂ മേക്കറായിട്ടൊക്കെ ജോലി ചെയ്ത ആളല്ലേ എന്ന് പരസ്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അയ്യോ അല്ല പ്രഭോ, ഞാനൊരു വെറും ചെരുപ്പൂത്തിയായിട്ടാണ് വർക്ക് ചെയ്തത്, ഒരു ഷൂ മേക്കറല്ല, ചെരുപ്പൂത്തിയായി. ഷൂ മേക്കർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡിഗ്നിറ്റി ഉണ്ട്, എന്ന് വെച്ചാൽ ഷൂ ഉണ്ടാക്കുന്ന ആളാണ്. ചെരുപ്പൂത്തി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഇട്ട് തേഞ്ഞ് കീറിപ്പോയത് തയ്ക്കുന്ന, അതിനേക്കാൾ തരംതാണ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഷൂ മേക്കർ അല്ലേ എന്നാണ് ചോദിച്ചത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ വെറൊരു ചെരുപ്പൂത്തി ആയിരുന്നേ എന്ന് പറഞ്ഞു. സോ ആ മനുഷ്യൻ തന്നെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിച്ച അവരുടെ മുമ്പിൽ പോലും അതിനേക്കാൾ തന്നെ താൻ ആ മനുഷ്യനെ താഴ്ത്തി. അതുകൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കാം, ആ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഇത്രത്തോളം കഴിവുകളുള്ള ഭാഷാ പണ്ഡിതനായിരുന്നു. അന്നത്തെ ഗവൺമെൻറ് സർക്കിൾസിൽ പോലും അദ്ദേഹം റെക്കഗ്നൈസ്ഡ് ആയിരുന്നു. അത്രത്തോളം ഒരു കഴിവുള്ള ഒരു ജീനിയസ് ആയിരുന്ന ആ മനുഷ്യനെ മറ്റൊരാൾ താഴ്ത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അങ്ങനെയായിരുന്നു. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ദിസ്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ താഴ്ത്താൻ, if we are willing to stay in humility, he will exalt us. He will surely exalt us. അവൻ നമ്മെ ഉയർത്തേണ്ടതിന് താഴ്മയിൽ തന്നെ നമ്മൾ നിലനിൽക്കുക. ശക്തമായി കർത്താവ് അത് പറഞ്ഞു. അപ്പസ്തോലന്മാരത് എഴുതി, ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് നിങ്ങൾ താണിരിക്കുക, തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. ദൈവം ഉയർത്തി ആർക്ക് താഴ്ത്താൻ പറ്റും? നോക്കൂ. സോ ഈ ഇൻസ്ട്രക്ഷൻ വളരെ 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 ശക്തമല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ താഴ്മയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ഇത് കേട്ട് ഇതിൻ്റെ നോട്ട്സ് കുറിച്ച് വെച്ചാൽ മാത്രം പോരാ, നമ്മുടെ ലൈഫിൽ ഇത് വർക്കൗട്ട് ചെയ്യാൻ. അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയാണ് താഴ്മയിലേക്ക് നമുക്ക് വരാൻ കഴിയുന്നതെന്നും അതിൻ്റെ ചില വശങ്ങളിലേക്കൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കയറാൻ പോവുകയാണ്. ആർ യു റെഡി? ഞാൻ നിങ്ങളോട്
അപേക്ഷിച്ച് പറയുകയാണ്, ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഒന്ന് ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്ത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റേറ്റസിലോ ഒക്കെ ഒന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന മറ്റുള്ളവരൊന്ന് പഠിപ്പിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ വചനം എല്ലായിടത്തും എത്തട്ടെ. അതുപോലെ ഈ ബ്ലെസ്സിങ് ടുഡേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുക. എന്തിനത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത്രയും ആളുകളുടെ അടുക്കിലേക്ക് ഈ ദൈവവചനം എത്തണം, ഇതിനെ പരിചയപ്പെടുത്തുക. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ജനങ്ങളെ വീണ്ടും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹങ്ങളാൽ നന്മകളാൽ നിറയ്ക്കണമേ. ഈ ഇടയ്ക്കിടയ്ക്ക് പനിയും അസ്വസ്ഥതകളും ചെസ്റ്റ് ഇൻഫെക്ഷനും കോഫും ചുമയൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചിലർ ഇന്ന് വിശ്വസിക്കുക, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു. നസ്രാന യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യം, വിടുതൽ ആ ശരീരങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകുന്നുണ്ട്. സ്കിന്നിൽ പ്രോബ്ലം ഉള്ള ആരെങ്കിലും ഉണ്ട്, കൈനീട്ടിക്കോ യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെയുള്ളവർ ഈ നിമിഷം മുതൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ഈ മുടി വല്ലാതെ പൊഴിഞ്ഞ് അതിനാൽ മനപ്രയാസത്തിലായിരിക്കുന്ന ചിലർ, യേശുവിൻ്റെ നാമത്തിൽ ആ ഫിനോമിനൻ നിൽക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹോർമോണൽ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ. കണ്ണുനീർ ഗ്രന്ഥികൾക്ക് പ്രയാസമുള്ള ആരോഗ്യ കർത്താവ് സൗഖ്യമാക്കുന്നു. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു ലോർഡ്. വളരെ വ്യക്തമായി കർത്താവിനോട് പറയുന്നത്, സൂയിസൈഡൽ തോട്ട്സ് ഉള്ളു, മരിക്കണമെന്ന് തോന്നുന്ന ആരെയോ കർത്താവ് വിടുവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. കൈകൾ നീട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ദൈവിക വിടുതൽ എല്ലാവരുടെ മേലും ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. എല്ലാവരും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. മലബാർ മെഗാ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ 7, 8 ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ. സ്ഥലം നളന്ദ ഓഡിറ്റോറിയം, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 8111 996011.